ഞാൻ കണ്ടതാണ് അവൻ ഫേസ് ചെയ്ത ബുദ്ധിമുട്ടുകൾ. നോബിളുടെ അടുത്തായിരുന്നു വിനീത് താമസിക്കണേ. ഇവൻ്റെ ബിൽഡിങ്ങിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ നിന്ന് നമ്മളിങ്ങനെ നിൽക്കുക. അപ്പോൾ ഇങ്ങനെ കുറേ പേര് പടം മ്യൂസിക്കൊന്നും ഇല്ലാതെ സൗണ്ട് എഫക്ട്സ് ഒന്നും ഇല്ലാതെ കണ്ടിട്ട് കുറേ അഭിപ്രായങ്ങൾ വന്നു. വിനീത് എന്നോട് ചോദിച്ചിട്ടുണ്ട്, അളിയാ നമ്മുടെ പടം അത്രയ്ക്ക് മോശമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് വളർവാടി. അപ്പോൾ ഞാൻ പറഞ്ഞ പടം റിലീസായി കഴിഞ്ഞിട്ട് ഇതേ ഗേറ്റിൻ്റെ മുമ്പിൽ ഇതേ വണ്ടിയിൽ നമ്മൾ ഇരുന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി ചിരിക്കുന്നതാണ്. പടം ഇറങ്ങി അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആരുടെ ലൈഫ് ഈസി അല്ല, വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരു കൊടൂര വില്ലനെ കൂടെ തന്നിട്ടുണ്ട് വിനീതേട്ടൻ. കോട്ടൊക്കെ ഇട്ട് വരുമ്പം നമ്മുടെ ഹോട്ടലിൽ ചിലപ്പോൾ ജിം വർക്കൗട്ട് ഒക്കെ കഴിഞ്ഞിട്ട് മറ്റേ ട്രാക്ക് സൂട്ടൊക്കെ ഇട്ടാണെന്തോ, സെറ്റിൽ വരുമ്പോൾ കോട്ടൊക്കെ ഇട്ടുമ്പോൾ First, I remember last year still being part of Blasters when I got approached, and the idea of being part of the crew and playing the villain side, it was kind of a question mark. But for me, looking at the whole crew and the people staying behind it, I was like, yeah, I want to be there. I want to be that. അന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളത് ഗ്രൗണ്ടിൽ ഇറങ്ങി. Don't say it twice. I'm going to call you. വിനീതേട്ടൻ ഇപ്പൊ ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഇത്ര സുന്ദരനായിട്ടുള്ള വിശാൽ ചേട്ടന് വെച്ച് വിനീതേട്ടൻ ഭാവിയിൽ ഒരു പടം ചെയ്യുമോ? വേണ്ട, ഞാൻ ഈ സീറ്റിൽ നിന്ന് മാറിയ പിന്നെ ആരെങ്കിലും ഈ സീറ്റ് വന്നിരിക്കും. ഓ, അതുകൊണ്ട് അന്ന് വർഷങ്ങൾക്ക് ശേഷത്തിൽ അഭിനയിക്കാനുണ്ടായ ഒരു കാരണമുണ്ട്. എന്നെ അഭിനയിപ്പിച്ചല്ല, അല്ല എന്നെ പിടിച്ച് അഭിനയിപ്പിച്ചത്. ആ റീസൺ ഉണ്ട്. അന്ന് രാവിലത്തെ ഷൂട്ടിംഗ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പൊ ജോമോൻ ആ ക്യാരക്ടർ തന്നെയായിരുന്നു. രാവിലെ തലക്കെട്ടെല്ലാം കെട്ടി അവിടെ ഇരിപ്പുണ്ടായിരുന്നു ക്യാരവാനില്. അപ്പൊ ഈ പുള്ളിയുടെ ഫ്ലൈറ്റിന് ടൈമായി, ഇപ്പൊ പോയാലേ പറ്റൂ. അപ്പം വിനീത് കയറി വന്നിട്ട് നേരെ ഫോൺ കാണിക്കുക. അപ്പം ഈ തൊപ്പിയും ഷർട്ടും ഇട്ടുകൊണ്ട് വന്നാൽ നമുക്ക് 20,000 രൂപ ലാഭിക്കാം. പിന്നെ മുന്നും പിന്നും ചിന്തിച്ചില്ല, വിശാഖ് അങ്ങ് ഇറങ്ങി. പിന്നെ എന്നെ ഒരു മിനിറ്റിലാണ് ഇത് പിടിച്ചിട്ട് അവിടെ ഇന്നത്. നമുക്ക് ഓൾറെഡി ടാലന്റ് ഉണ്ട്, നമുക്കിപ്പോ കോണ്ടാക്ട്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് സിനിമ പെട്ടെന്ന് എളുപ്പമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ. ശരിക്കും എളുപ്പമല്ല. അങ്ങനെ ഈ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞാൽ 2002 തൊട്ടുള്ള ഒരു കോണ്ടാക്ട് ഒരുത്തന്നെ എന്റെ കൂടെ ഉണ്ട്. കോണ്ടാക്ട് കൊണ്ട് ഒരു കാര്യമില്ല, ഇതിനുള്ളത് പറയാം. കോണ്ടാക്ടിന് സത്യം പറഞ്ഞ കാര്യമില്ല. മേ ബി ഒരു ഇനീഷ്യൽ ഒരു ഇത് കിട്ടുമെന്നല്ലാണ്ട് ലെവറേജ്, ഒരു ചെറിയ ലെവറേജ് കിട്ടുമെന്നല്ലാണ്ട് ഇറ്റ് വോണ്ട് ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം. ഇപ്പം 100 നല്ല കമൻറ്റ് ഉണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു 3 മോശം കമൻറ്റ് ഉണ്ടെങ്കിൽ അത് ഓർത്തിട്ട് വിഷമിക്കുന്ന ആളുകളാണ് നമ്മൾ എല്ലാവരും. ബാക്കി അവിടെ 100 കിടപ്പുണ്ട്. അപ്പം അതാലോചിച്ചിട്ട് ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന് പറയുന്ന പോലെ അതിൽ നമ്മൾ സന്തോഷിക്കുക, ബാക്കി അടുത്തതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല. ഇനി കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിൽ നമുക്കറിയാം, ഓക്കെ ഇവർ ജെന്യുവനായിട്ട് പറഞ്ഞതാണ്, വി ഹാവ് ടു കറക്റ്റ് ഇറ്റ്. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്, അഴകിലും ഉറപ്പിലും കാലാതീതം. ഹായ്, ഹലോ, നമസ്കാരം. സൈനസത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. ഇപ്പോൾ തിയേറ്ററുകളിൽ സക്സസ്ഫുള്ളി റണ്ണിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന കരം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഈ സിനിമയുടെ ക്രൂ മെമ്പേഴ്സ് ആണ് ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഞാൻ ഇന്നലെ നിങ്ങളുടെ കൂടെ തന്നെയാണ് പടം പത്മ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായത്. സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് വിനീതേട്ടന്റെ പടമാണോ എന്ന് ഒരു നിമിഷം നമ്മൾ ഞെട്ടിയിരിക്കും. അത് ഒരു ഡയറക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഒരു സക്സസ് ആണെന്ന് ഞാൻ പറയും. ആളുകളെ കൊണ്ട് ഒരു നിമിഷം ചിന്തിപ്പിച്ചത്. ആൻഡ് നല്ല റിവ്യൂസ് ആണ് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെല്ലാവരും സംബന്ധിച്ചെടുത്ത് ഒരു ഫീൽ ഗുഡ് പരിപാടിയിൽ നിന്നൊന്നും മാറ്റിപ്പിടിച്ച് എല്ലാവരും ഒരു മാസിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ. ഈ സിനിമ സംഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സിനിമയുടെ ചർച്ചകൾ തുടങ്ങുന്ന സമയത്ത് ഡയറക്ടറുടെയും ക്രൂബൂസിന്റെയും പ്രൊഡ്യൂസർ ആക്ടർ എന്ന നിലയിലൊക്കെ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയായിരുന്നു പൊക്കോണ്ടിരുന്നത്? ഡിസ്കഷൻ ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഒരു 2021 ഏതാണ്ട് എഴുത്ത് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. 2002 ഏതാണ്ട് ആയപ്പോഴത്തേന് തീർത്തത്. അന്നേരം 22 ആയപ്പോഴത്തേന് തീർത്തിട്ട് 22 ഏതാണ്ട് ആകുമ്പോഴാണ് ഞാൻ വിനീതിനോട് ഈ കഥ പറയുന്നത്. പക്ഷെ അന്നേരം വിനീത് ഇത് ഓൺ ബോർഡ് വരാനോ ഒന്നിനു വേണ്ടിയിട്ട് എഴുതിയതല്ല. അപ്പോൾ ഇതല്ലാണ്ട് ഞാൻ തന്നെ ഇത് ഡയറക്റ്റ് അഭിനയിക്കുന്ന രീതിയിൽ ചിന്തിച്ച് എഴുതിയതായിരുന്നു. പിന്നെ ഞാൻ ഒരു പ്രൊഡ്യൂസേഴ്സിനെ ഇങ്ങനെ കണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രൊഡ്യൂസേഴ്സിനെ ഞാൻ കാണാൻ പോകുമ്പോൾ ഞാൻ ഈ കഥ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. അവരായിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള സമയത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ചെന്നൈയിൽ ഒരു പ്രാവശ്യം ഒരാളെ കാണാൻ വേണ്ടി പോയ സമയത്ത് വിനീത് ഇങ്ങനെ പറഞ്ഞു, എടാ ഇത് കഥയൊന്ന് പറഞ്ഞു തരാമോ, എന്താ സംഭവം ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇവനോട് കഥ പറഞ്ഞ് ഞാൻ തിരിച്ച് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി എയർപോർട്ടിൽ വന്ന് നിൽക്കുമ്പോഴാണ് ഇവൻ എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നത്, ഈ പടം ഞാൻ ചെയ്യുന്നതിൽ നിൻ്റെ അഭിപ്രായം എന്തോ? അപ്പോൾ ഞാൻ കുറച്ചൊന്ന് സ്റ്റക്കായി പോയി. കാരണം അത് കിട്ടുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് തന്നെയാണ്, അങ്ങനെ കിട്ടുകയാണെങ്കിൽ തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഞാൻ വെച്ചു, ഞാൻ പിന്നെ കൊച്ചിയിലെത്തിയിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു കാര്യമുണ്ട്, പക്ഷേ നീ ഒരു 1 ഇയർ കഴിഞ്ഞ്
1 year വരെ വെയിറ്റ് ചെയ്യണം. കാരണം അന്നേരം വർഷം ശേഷം ഷൂട്ട് തുടങ്ങിയിട്ടില്ല. ഡിസ്കഷൻ അല്ല, സ്ക്രിപ്റ്റ് കഴിഞ്ഞോ, പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന ടൈം, പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയം. അപ്പോൾ ആ സമയത്തായിരുന്നു. അന്നേരം അവൻ വിളിച്ചിട്ട് ഇത് പറഞ്ഞത്, നീ ഒരു വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ വെയിറ്റ് ചെയ്യും, നീ ചെയ്യുവാണ്. പക്ഷേ ആ വെയിറ്റ് നല്ലതായിരുന്നു. കാരണം ഒരുപാട് ചേഞ്ചസ് പിന്നെ സ്ക്രിപ്റ്റിലും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ട്രെയിനിങ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആക്ഷൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ ദാറ്റ് വെയിറ്റ് വാസ് വർത്ത് ഇറ്റ്. ഓക്കെ, ഞാൻ നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരു കൊടൂര വില്ലനെ കൂടെ തന്നിട്ടുണ്ട് ഇതായിട്ട്. ആശാനെ, നിങ്ങളെല്ലാവരും ആശാനെ എന്ന് വിളിക്കുന്നതൊക്കെ ഭയങ്കര രസമാണ്. ആശാനെ എന്നൊരു ക്യൂട്ടായിട്ട്. ക്യാൻ യു ഷെയർ യുവർ എക്സ്പീരിയൻസ് വെൻ യു വർക്ക് ഇൻ ദിസ് മൂവി? Well, first I remember last year still being part of Blasters when I got approached, and the idea of being part of the crew and playing the villain side, it was kind of a question mark. But for me, looking at the whole crew and the people staying behind it, I was like, yeah, I want to be there. I want to be that. And then going through the scripts and when they explained me everything what they would like to see. For me, it was absolute yes. So I said, yeah, of course, you are trying something new. You're getting out of your comfort zone a little bit, but the way we delivered, I think the way they were guiding everything and directing, it was, rich experience, I'd say. So I'm happy. ഇന്നലെ പത്മയിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഓടി നടന്ന് മീഡിയാസിനോട് സംസാരിക്കുക, ഈ റെസ്പോൺസ് ചെയ്യുക എന്നൊക്കെ വെച്ചാൽ ഞാൻ നോക്കിയപ്പോൾ ആശാനെ കാണുന്നത്. ആൻഡ് ഈ സെറ്റിലും ഈ നമ്മുടെ ഗ്രൗണ്ടിൽ പ്ലേയേഴ്സിന് മോട്ടിവേഷൻ കൊടുക്കുന്ന പോലെ സെറ്റിലും ശരിക്കും മോട്ടിവേറ്റഡ് ആയിരുന്നോ ശരിക്കും? ഡെഫിനറ്റ്ലി. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ പല ദിവസങ്ങളിലും ഈ ഹെക്ടിക് സ്കെഡ്യൂൾ കഴിഞ്ഞ് ഹോട്ടലിൽ പോകുമ്പം ആശാന് പകുതി ദിവസം ഷൂട്ടുകളുള്ളൂ, പകുതി ദിവസം ഷൂട്ടുകളില്ല. അപ്പോൾ ആശാൻ രാവിലെ ആശാൻ്റെ റുട്ടീനുണ്ട്. വർക്കൗട്ട് കഴിഞ്ഞ് ലോങ് വാക്സ് പോവും, കോഫി, പിന്നെ തിരിച്ചൊരു 8 o'clock എല്ലാം ആകുമ്പോൾ ഡിന്നർ ടൈമിലായിരിക്കും ആശം വരണേ. ഞങ്ങൾ ഷൂട്ടിങ് ഇങ്ങനെ തളർന്നു വരുമ്പം ഹേ ബോയ്സ് കം. It was happening that I was part of the set like for 1, 2 or 3 days in a row. Then for 2 days maybe I was not there, and every time when they were coming back from a set, like when I was seeing them like a little bit tired or down, I said, okay guys, come on, we cannot go like you cannot go to sleep like that. Okay, let's go with a nice dinner and everything, just cheering up and having that smile. So trying to be positive all the time, of course. അന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളത് ഗ്രൗണ്ടിൽ ഇറങ്ങി. Don't say it twice, I'm gonna call you. ഇപ്പൊ വിനീതേട്ടൻ പറഞ്ഞ ഞാൻ ചാടും. വിനീതേട്ടൻ സെലക്ട് ചെയ്ത പടങ്ങൾ കണ്ണടച്ച് ഞാൻ ചെയ്യും. ഇത് തന്നെയാണ് കരം സംഭവിച്ചതിന്റെ ഒരു റീസൺ? അത് ഡെഫിനറ്റ്ലി. കാരണം ആക്ച്വലി കരത്തില് എല്ലാം ഒരു ദിവസത്തിൽ പെട്ടെന്ന് നടന്നായിരുന്നു. ഇപ്പം നോബിൾ അവിടെ പോയി രാവിലെ വിനീതിൻ്റെ സ്റ്റോറി പറയും, വിനീത് ഓക്കെ ചെയ്യണമെന്നും, വിനീത് അതേ ഈവനിങ് തന്നെ എന്നെ വിളിച്ചിട്ട് എടാ ഇങ്ങനൊരു സബ്ജക്റ്റ് ഉണ്ട്, നീ അത് ചെയ്യുമെന്ന്. കാരണം മറ്റ് 2 സബ്ജക്റ്റ് ആക്ച്വലി ഹൃദയം വാശിയുള്ള ഒരു ജേർണി ആയിരുന്നു. കാരണം ഓരോ തോട്ട്സ് വരുന്ന സമയത്ത് ഇങ്ങനെ നമ്മുടെ അടുത്ത് പറയുമായിരുന്നു, എന്നിട്ടാണ് അത് ഫുള്ളായിട്ട് ഫൈനലൈസ് ചെയ്യണത്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് അതിൻ്റെ ഷൂട്ട് തുടങ്ങിയിട്ട് പോലില്ല. അപ്പോൾ പറഞ്ഞിടാ നമുക്ക് 1 at a time അല്ലെങ്കിൽ ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ്. അപ്പം ഞാൻ ചോദിച്ചു ഇതിൻ്റെ റീസൺ ഉണ്ടാകുന്നത്. അപ്പോൾ വിനീത് തിര കഴിഞ്ഞിട്ട് ഭയങ്കര ത്രില്ലർ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അന്ന് തൊട്ടിട്ട്. അപ്പം നോബിൾ ഇതേപോലെ നെറേറ്റ് ചെയ്ത സമയത്ത് വിനീതിന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ഒരു ചലഞ്ചായിട്ട് ആക്സെപ്റ്റ് ചെയ്യണം. പക്ഷെ അതിനേക്കാളും വലിയ ചലഞ്ച് ഞങ്ങൾക്കായിരുന്നു. ഇതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളും രണ്ടാമത്തെ ഇതായിരുന്നു. കാരണം ഒരു ഇൻ്റർനാഷണൽ സ്കെയിൽ തന്നെ നമ്മൾ ചെയ്യണം, കോംപ്രമൈസ് ചെയ്യില്ല. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നീ പേടിക്കണ്ട, ഞാനും കൂടെ ഉണ്ടെന്ന്. പിന്നെ ശരി ഒരുമിച്ച് ചാടാം നമുക്ക് തീരുമാനിച്ചു. പക്ഷെ അത് എല്ലാവരും കൂടി ഇപ്പം മ്യൂസിക് ഡയറക്ടറും ഓഫ് കോഴ്സ് നമ്മളൊക്കെ ഒന്നിച്ച് ചാടി വരുന്നത് വഴിക്കാണ്. പക്ഷെ അതെങ്ങനെ ഇപ്പൊ ഒരു സുഹൃത്തിന്റെ എല്ലാവരും കൂടി ഒരു മോട്ടിവേഷൻ ആണ്? എന്താ അതിന്റെ ഒരു രഹസ്യം? എന്താ ഇപ്പൊ അത് ട്രസ്റ്റ് ഫാക്ടർ ആണ്. ഇപ്പൊ വിനീതേട്ടൻ ഒരു ട്രസ്റ്റ് ഫാക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു ട്രസ്റ്റ് ആണ് വെരി ഇമ്പോർട്ടന്റ് നിങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നതിൽ. ഉറപ്പായിട്ടും. പിന്നെ ഒന്നാമത് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഇതിൻ്റെ പുറം. ഇത്രയും വർഷത്തെ ബന്ധമാണ്. ഞാൻ വിനീതനെ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോബിളിനെയും പരിചയപ്പെടുന്നത്. അപ്പം നമ്മൾ തമ്മിൽ ആ സമയം തൊട്ടുള്ള ഞാൻ കാണുന്ന നോബിൾ ഇതല്ല. ഞാൻ കാണുന്ന നോബിൾ എന്ന് പറയുന്നത് 120 കിലോ ഉള്ള ഒരു നോബിൾ ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുന്നേ. അപ്പം തൊട്ടുള്ള പരിചയമാണ് നമ്മളെല്ലാവരും തമ്മിൽ. ഇപ്പം പലവട്ടം ആ പാട്ടിൻ്റെ സെറ്റ് ഡിസൈൻ ചെയ്തത് നോബിളാണ്. അപ്പം അങ്ങനെ കുറേ ഹിസ്റ്ററി ഉണ്ട് നമുക്ക്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇപ്പം ഇവൻ എന്നോട് ചാടാൻ പറഞ്ഞാൽ ഞാൻ ചാടും, ഞാൻ അവനോട് ചാടാൻ പറഞ്ഞ് ചാടും, വിനീത് എന്നോട് ചാടാൻ പറഞ്ഞ് ചാടും, വിനീത് അവനോട് ചാടും, എല്ലാവരും ചാടും അവരവർക്ക് വേണ്ടിയിട്ട്. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് വിനീത് എന്നോട് പറഞ്ഞൊരു സ്റ്റേജ്, അളിയാ നീ ആരെങ്കിലും കൊന്നിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ കൂടെ നിൽക്കുള്ളൂ. അപ്പം ആ ഒരു ബന്ധം. പക്ഷേ അതിനകത്തൊരു കാര്യമുണ്ട്. 2002 തൊട്ട് ഞാൻ ഇവനോട് അഭിനയിക്കണമെന്ന് ഞാൻ ചോദിക്കാറുണ്ട് വിനീതനോട്. അന്നേരം ചാടിയിട്ടില്ല. അപ്പം ചാടിയിട്ടില്ല. പക്ഷേ അവൻ അത് സെലക്റ്റീവ് ചാട്ടാണ്.
പക്ഷേ ആ കൺവിക്ഷൻ അവൻ വന്നത് അവൻ ഈ സ്ക്രിപ്റ്റിനോടുള്ള വിശ്വാസം കാരണം മാത്രം. അല്ലെ വിനീത് ചാടില്ലല്ലോ, നമ്മളല്ലേ ഉണ്ടല്ലോ. അത് മറ്റൊരു കാര്യമാണ്. വിനീത് ചാടാൻ വേണ്ടി നമ്മൾ ചാടുന്നതാണ്. അല്ല, ഞാനത് ക്ലാരിഫൈ എന്ന് പറഞ്ഞല്ലോ, ഒരു കൂട്ടുകാരന്റെ വേണ്ടിട്ട് അവനൊന്നും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു. വിനീത് ചാടുന്ന് പറയത്തേ ഉള്ളൂ. വിനീത് അവിടെ നിൽക്കും. ഓക്കെ ബോയ്സ് ജംപ്. ഒരു കൂട്ടുകാരന് വേണ്ടി ഒരു സംഭവം ചെയ്യുന്ന നോക്കണ്ട, അങ്ങനെ ചെയ്യത്തില്ല അവൻ. പക്ഷെ അത് അവൻ ആ ഉറപ്പ് കാണാൻ വേണ്ടി ആ സ്ക്രിപ്റ്റിനോടുള്ള വിശ്വാസം കാരണമാണ്. അത് എന്നോടുള്ളതല്ല, അവൻ ആ സ്ക്രിപ്റ്റിനോടുള്ള വിശ്വാസം. ഓക്കെ, ഇവൻ ഇത് ചെയ്താൽ ഇത് പുൾ ഓഫ് ചെയ്യും എന്നുള്ളതും കൂടി ഉള്ള വിശ്വാസമാണ്. അത് കാരണമായിരുന്നു ഇതിനകത്തേക്ക് ഓൺബോർഡ് അവൻ മെയിൻലി വന്നത്. അല്ലാണ്ട് ഇപ്പോൾ 2002 തൊട്ട് എനിക്ക് അവനെ പരിചയമുണ്ട്. അന്നോട്ട് ഞാൻ അവനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഈ പറഞ്ഞ പോലെ ഹെലന്റെ എഴുത്ത് വന്നപ്പോഴാണ് ഹെലന് ആ കൺവെൻഷൻ വന്നിട്ട് അവൻ ഇങ്ങോട്ട് ചോദിച്ചാണ്, എടാ ഇത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോട്ടെ. അപ്പൊ ആ എഴുത്ത് കണ്ടും അതിന്റെ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്. അപ്പം അൺലെസ് ആൻഡ് അണ്ടിൽ യു പ്രൂവ് ഇറ്റ്, ഹി വോണ്ട് കം ഇൻ ടു ദ തിങ്. ഇപ്പം ഞാൻ ഈ സിനിമ കാണുന്ന സമയത്ത് എനിക്ക് ആദ്യം പടം കാണുന്ന സമയത്ത് തോന്നിയ, അല്ലെങ്കിൽ രാക്ഷസൻ പോലത്തെ പടത്തിൽ വിഷ്ണു വിശാൽ ചെയ്ത ഒരു ക്യാരക്ടർ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു നടനോട് തോന്നിയിട്ടുള്ളൊരു ധൈര്യം ഉണ്ടല്ലോ, അദ്ദേഹത്തെ പോലെ ഒരാൾ നമ്മുടെ ലൈഫിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. സെയിം എനിക്ക് കരം കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയതാണ്. ഇപ്പം ഹെലൻ കാണുമ്പോൾ അല്ലെങ്കിൽ ഫിലിപ്പ് കാണുന്ന സമയത്ത് അന്ന് കണ്ടൊരു നടൻ ഈ സിനിമയിലെ ദൈവം എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുമ്പോൾ അത്യാവശ്യം നന്നായി പണിയെടുത്തിട്ടുണ്ട്. ആക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്, ഫിസിക്കലി. സോ എത്ര വർഷം ഒരു പ്രിപ്പറേഷൻ, ഒരു 4 year ഉണ്ടെന്ന് എനിക്കറിയാം. ആദ്യം ഐ നീഡ് ടു താങ്ക് യു ഫോർ ആക്ച്വലി അണ്ടർസ്റ്റാൻഡിങ് അതാണ് ആ ക്യാരക്ടർ എന്നുള്ളത്. കാരണം അവൻ വയ്യാതെ കിടന്നിട്ടുണ്ട്. അവന്റെ കാലൊക്കെ മസിലൊക്കെ ടയർ ചെയ്തിട്ടും ലിഗമെന്റ് പരിപാടി ഒക്കെ ആയിട്ട് കുറെ അവന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അവന്റെ ട്രെയിനിങ്ങിന്റെ സമയത്തൊക്കെ. അല്ല, പക്ഷെ മെയിൻലി ആ ക്യാരക്ടർ അവന് മനസ്സിലാക്കിയതില്ല. എന്ന് വെച്ചാൽ ആ ക്യാരക്ടർ ഇത് സാധാരണക്കാരൻ ഒരുത്തൻ ചെയ്യുന്ന സംഭവങ്ങളാണ്. അതല്ലാണ്ട് ഒരു ഭയങ്കര മാസീവായിട്ടൊരു സംഭവമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പടമല്ലത്. ഇതൊരു സാധാരണ ഒരാളൊരു അവസ്ഥയിൽ പെട്ടാൽ എന്തായിരിക്കും ചെയ്യുന്നത്. അവൻ അവൻ്റെ ഫാമിലിയായിട്ട് പോകുമ്പോൾ അവന് ചെയ്യാൻ പറ്റുന്ന എന്താണോ അതേ ഉള്ളൂ. അവൻ്റെ ഒരു ബാഗേജ് ഇതിനകത്ത് കിടക്കുന്ന, ഒരു മിലിറ്ററി എന്നുള്ളൊരു ബാഗേജ് കിടക്കുന്നത് മാത്രമേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ആ മിലിറ്ററി ഒക്കെ വിട്ടിട്ട് കുറേ വർഷങ്ങളായി, അതെല്ലാം കഴിഞ്ഞു, അതിൻ്റെ സ്റ്റേജെല്ലാം കഴിഞ്ഞു. അപ്പോൾ സാധാരണ ഒരാളാണ്. അപ്പോൾ അവനെ കൊണ്ട് എന്ത് അവൻ്റെ ബുദ്ധിയിൽ തോന്നുന്ന കുറേ കാര്യങ്ങളും അവൻ്റെ കൂടെ നിൽക്കുന്ന ഇവരും കൂടി ചെയ്യുന്നൊരു പരിപാടിയാണ് ഈ കഥ. അത് മനസ്സിലാക്കിയതിൻ്റെ ഇതിൽ ഞാൻ പറയാറുണ്ട്. സോ ആ രാക്ഷസൻ്റെ അതാണ് കറക്റ്റ് ഒരു മൂഡ്. ഈ പടത്തിൻ്റെ ആളുടെ മൂഡാണല്ലോ അതാണ്. അല്ലാണ്ട് ഒരു മാസ് പരിപാടിയോ അല്ലെങ്കിൽ മാസീവ് സാധനങ്ങളോ അവിടെ വലിയ ബ്ലാസ്റ്റോ പരിപാടിയോ ഒന്നും നടക്കില്ല. അതെനിക്ക് കണക്ട് ആവുകയും ചെയ്തു. അത് കണ്ട സമയത്ത് ഇതാണ് ഉദ്ദേശിച്ചത്. സോ ആ ഒരു ഇപ്പം ആക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനിമ, അത് പല സ്ഥലങ്ങളിലും നമുക്ക് വാവ് തോന്നുന്ന രീതിയിൽ അത് മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിനു മുമ്പൊരു ആക്ഷൻ ഹീറോ എന്ന രീതിയിൽ അത്ര നമ്മൾ കണ്ടിട്ടില്ല. സോ അത് പുൾ ഓഫ് ചെയ്യാൻ എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു? അത് എങ്ങനെയാണ് അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പ്? കൂടുതലും അവിടുത്തെ ആക്ഷൻ കൊറിയോഗ്രാഫേഴ്സിൻ്റെ ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. കാരണം ആ ട്രെയിനിങ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഇത് ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ കുറേ മുന്നേ തന്നെ ഞാൻ ജോർജിയ പോയിട്ടുണ്ട്. അവിടുത്തെ അവർ തന്നെയായിരുന്നു ട്രെയിനിങ് എല്ലാം എടുപ്പിച്ച്. അതിന് വേണ്ടി ഒരു ടൈം പോയിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടി തന്നെ, അതിലേക്കൊന്ന് പ്രിപ്പയർഡ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഫിസിക്ക് ഈ പറഞ്ഞ പോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും. പിന്നെ ഇടയ്ക്ക് വെച്ച് ഫിസിക്കൊക്കെ ചെയ്ത് നന്നാക്കിയപ്പോൾ എനിക്ക് ഷർട്ട് വരണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. പറഞ്ഞ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആയിക്കോട്ടെ, ഒരു സീനിൽ ചെറുതായിട്ട് പോലെ അങ്ങ് പൊക്കോളും. ഇപ്പൊ വിനീതേട്ടന്റെ പടങ്ങളിൽ വിനീതേട്ടന്റെ കൂടെയുള്ള ആളുകളൊക്കെ അതിപ്പോ ഏത് മേഖലയായാലും സിനിമയിൽ അഭിനയിപ്പിക്കാറുണ്ട്. ഇപ്പൊ നിങ്ങൾ 3 പേരെ നോക്കുമ്പോൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നെ അഭിനയിപ്പിക്കാറില്ലായിരുന്നു ഒരു കാലഘട്ടം വരെ. അതെങ്ങനെയാ മാറിയത്, ചേഞ്ച് ചെയ്തത്? അതെ, ഹെലൻ വന്നപ്പോഴായിരുന്നു അവൻ അതിനകത്ത് കൺവിഷൻ വന്നത്. ഓക്കെ ഫൈൻ, അവൻ ചെയ്തോളൂ എന്നുള്ളത്. പിന്നെ അത് കണ്ടു, പിന്നെ അവൻ ഫിലിപ്സ് കണ്ടു. ഈ പറഞ്ഞ പോലെ മുകുന്ദനുണ്ണിയിൽ നമ്മൾ ഒരു ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഗ്രാജുവൽ ആയിരുന്നു. അതായത് ഞാൻ പറഞ്ഞു, വിനീത് കൂടെ ചാടൂന്ന് പറയത്തേ ഉള്ളൂ, ചാടില്ല. പക്ഷെ ഹെലൻ കഴിഞ്ഞപ്പോ ഒരുപാട് പേരുടെ ക്രഷ് ആയിരുന്നു. എന്റെ ഇന്നിന് ഉറങ്ങില്ല. ഓൾറെഡി ഇപ്പൊ വിനീതേട്ടൻ ഇപ്പൊ ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള, ഇത്ര സുന്ദരനായിട്ടുള്ള വിശാൽ ചേട്ടന് വെച്ച് വിനീതേട്ടൻ ഭാവിയിൽ ഒരു പടം ചെയ്യുമോ? വേണ്ട, ഞാൻ ഈ സീറ്റിൽ നിന്ന് മാറിയ പിന്നെ ആരെങ്കിലും ഈ സീറ്റ് വന്നിരിക്കും. ഓ, അതുകൊണ്ട് നോബിൾ കറക്റ്റ് സമയത്തല്ല ആക്ടിങ് പോയത്. അപ്പൊ ആ സ്പേസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ വന്നു. ഇനി ഞാൻ ഈ സീറ്റ് വിടണില്ല, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. എവിടെയൊക്കെ വിനീതേട്ടന്റെ ഒരു വാല്യൂസ് ഉണ്ട്. അല്ല, ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുമല്ലോ. ഫുൾ ടൈം ഒരുമിച്ചാണല്ലോ ഉണ്ടാവും. അപ്പൊ വിനീതേട്ടൻ ചാടാൻ പറഞ്ഞാൽ വിനീതേട്ടൻ സിനിമ ചെയ്യാൻ പറഞ്ഞാ ചെയ്യോ? ഇനി ഇതാണ് കുറച്ചും കൂടെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സിങ്ക് ആവുന്ന ഏരിയ ഉണ്ടല്ലോ. വർഷങ്ങൾക്ക് ശേഷത്തിൽ അഭിനയിക്കാനുണ്ടായ ഒരു കാരണമുണ്ട്. എന്നെ അഭിനയിപ്പിച്ചല്ല, അല്ല എന്നെ പിടിച്ച് അഭിനയിപ്പിച്ചത്. ആ റീസൺ ഉണ്ട്. ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു സ്റ്റണ്ട് ആക്ടർ അവിടുത്തെ. ഇപ്പൊ പുള്ളിയാണ് ക്യാമറമാൻ ചെയ്യാനിരുന്നു. അപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ട് അന്ന് രാവിലത്തെ ഷൂട്ടിംഗ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ജോമോൻ ആ ക്യാരക്ടർ തന്നെയായിരുന്നു. രാവിലെ തലക്കെട്ടെല്ലാം കെട്ടി അവിടെ ഇരിപ്പുണ്ടായിരുന്നു ക്യാരവാനിൽ. പുള്ളി വിചാരിച്ചിരുന്ന വേറെ വലിയ ഭയങ്കര റോളെല്ലാം ആണെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയായിരുന്നു ക്യാമറമാനായിട്ട്. അപ്പോൾ ഈ പുള്ളിയുടെ ഫ്ലൈറ്റിന് ടൈമായി.
ഇപ്പോൾ പോയാലേ പറ്റൂ. ഒന്ന് ഉച്ചയപ്പം വിനീത് കയറി വന്നിട്ട് നേരെ ഫോൺ കാണിക്കുക, നീ ഇപ്പം ഈ തൊപ്പിയും ഷർട്ടും ഇട്ടുകൊണ്ട് വന്നാൽ നമുക്ക് 20,000 രൂപ ലാഭിക്കാം. പിന്നെ മുന്നും പിന്നും ചിന്തിച്ചില്ല, വിശാഖ് അങ്ങ് ഇറങ്ങി. പിന്നെ എന്നെ 1 മിനിറ്റിലാണ് ഇത് പിടിച്ചിട്ട് അവിടെ ഇന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ജോമോ രാവിലെ തൊട്ടിട്ട് തലയും കെട്ടിയിരുന്നത്, ക്യാമറ അവിടുത്തെ ആ റോളിന് വേണ്ടിയാണ് ജോമോ ചേട്ടൻ. പിന്നെ അങ്ങനെ വന്ന് ചെയ്തതാ. ഇങ്ങനത്തെ ആളാണ് ബേസിക്കലി. ഷാനിക്ക് നന്നായിട്ട് അറിയാം. അല്ല, വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞിട്ട് ഓഫറുകൾ വന്നിട്ടുണ്ടോ ആക്ടിംഗിൽ ഇത്രയും സ്കിൽ തെളിയിച്ച്? വന്നിട്ടുണ്ട്. ഏത് സ്കില്ലാ ഉദ്ദേശിച്ച സ്കില്ല് ഏതാന്നുള്ളതൊന്ന് വ്യക്തമാക്കണം. ആക്ടിങ് മ്യൂസിക്കിൽ മാത്രമല്ല ആക്ടിങ്ങിലും കഴിവുണ്ട്. അല്ല, ആക്ടിങ്ങിൽ ആ പടത്തിലെ ആക്ടിങ്ങിലെ സ്കില്ലാണോ? ചെയ്യിപ്പിച്ചെടുത്ത് എന്റെ അടുത്ത് പറഞ്ഞ് വർഷം ശേഷം കുറെ കാസ്റ്റിങ്ങിനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോ, എടാ നമുക്കൊരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് കിട്ടിയെന്ന. അത് ഷാനിക്കയുടെ റോളായിരുന്നു. ഓർമ്മയില്ല? ഓ, ഇന്നസിലൊരു സ്റ്റിക്കേഴ്സ് ഒക്കെയാ ഷാനിക്ക. എനിക്ക് കുറെ സ്റ്റിക്കേഴ്സ് ഒക്കെ കുറെ പേര് അയച്ചു തന്നു. ഞാൻ ബിഗ് ഒക്കെ വെച്ചിട്ടുള്ളത്, എനിക്ക് സ്നേഹം തരൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ കേരളത്തിൽ ഒരാൾ വരികയാണെങ്കിൽ അവർക്ക് നമ്മൾ ഫുഡിലൂടെയാണ് ട്രീറ്റ് ചെയ്യുക. അദ്ദേഹത്തിന് കേരളത്തിലെ ഫുഡ് എന്തെങ്കിലും നമ്മളെക്കാളും കൂടുതൽ സ്ഥലങ്ങൾ അറിയാം, ഇവിടെ പോകേണ്ട സ്ഥലങ്ങളും ജോയിൻസും അറിയാം. യുവർ ഫേവറേറ്റ് ഫുഡ് ഇൻ കേരള? Favorite food? Lots of it. Yeah, lots of it. Good biryani, good pani puri, good. I like many things like with the paratha bread, you know, with some good dal or something. Yeah, I like a lot of things. ആക്ച്വലി ജോർജിയയില് ഞങ്ങൾ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം ആശ ഞങ്ങൾക്ക് ട്രീറ്റ് തന്നു. I can give you good addresses of Kerala restaurants in Georgia. ഞങ്ങളെ അറിയാം. അതും ഒരു ബെസ്റ്റ് ബിരിയാണി കിട്ടുന്ന സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുപോയി ഒരു രാത്രി അവിടുത്തെ ഷെഫ് നോക്കിയപ്പോൾ ഷെഫ് വരുന്നു, അവിടുത്തെ മാനേജർ വരുന്നു, എല്ലാവരും വന്ന് ഭയങ്കര ഇതായിരുന്നു അന്ന്. അപ്പൊ ആശാന് ഫുൾ അറിയാം. ഫുഡ് ജോയിൻസ് വിനീത് പറ്റിയ ആളാ. നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ വരുമ്പോൾ ഈ സിനിമ, ഫുഡ്, മ്യൂസിക് ഇതൊക്കെയാണോ പ്രധാനപ്പെട്ട ഒരു 5 സെറ്റ് ഓഫ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ? ഫുഡാണ് ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് നിൽക്കണത്. അല്ല, എനിക്കും ഇല്ല. ആളുടെ ഒരു ഇഷ്ടത്തിന് കണക്ട് ചെയ്യോ ഇങ്ങനെ? ഞാൻ അതിനെ കൂട്ടി ചേർന്ന് നിൽക്കാറില്ല. ഞാൻ കൂട്ട് നിൽക്കാറില്ല. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ നിർബന്ധിതരായിട്ട് അതിന്റെ കൂടെ നിൽക്കേണ്ട ഒരു അവസ്ഥകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു സീൻ മ്യൂസിക് ചെയ്ത് തീരാൻ നേരത്തായിരിക്കും അവൻ പറയാം, നമുക്ക് ഫുഡ് കഴിക്കാൻ പോകും, ഇന്ന സ്ഥലത്ത് പുതിയൊരു സംഭവം തുറന്നിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ പറയാം 5 മിനിറ്റ് കൊണ്ട് ഈ പരിപാടി ഞാൻ പറയാം ഒരു ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കും, 5 മിനിറ്റ് മതി എനിക്ക്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ ഭയങ്കര ഫോക്കസ്ഡ് ആണ്. ഒരു ലഞ്ച് നമ്മൾ കഴിഞ്ഞ് നമുക്ക് ഒരു ബ്രേക്കോ അല്ലെങ്കിൽ നമ്മൾ വേറൊരു കാര്യത്തിന് ഡൈവേർട്ട് അവൻ ലഞ്ച് കഴിഞ്ഞ് അടുത്ത ഇവൻ സെർച്ച് ചെയ്യുന്ന അടുത്ത വൈകുന്നേരം ഡിന്നർ ഇവിടുന്ന് കഴിക്കണം. ഇതും ദഹിക്കാനുള്ള സമയം അവൻ കൊടുക്കാറില്ല. ആർക്കും. പക്ഷെ കൂട്ടത്തിൽ അങ്ങനെ ഒരു ഫുഡ് വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവനങ്ങ് തന്നേക്കാം. ശരിക്കും സിനിമ കണ്ടിട്ട് വിനീതന്റെ റെസ്പോൺസ് കേട്ടില്ല. എങ്ങനെയായിരുന്നു ആളുടെ? അവനിവിടെ ഇല്ല, അതാണ് കുഴപ്പം. UK ആൾക്ക് ആദ്യം പടം ഇറങ്ങും ഭയങ്കര ടെൻഷനാണെന്ന് എനിക്കറിയാം. സിനിമ കണ്ട് റെസ്പോൺസ് കേട്ട് എന്തായിരുന്നു ആളുടെ ഒരു? ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ പ്ലാനിങ്ങിൽ ഇപ്പൊ ഒരു മാസ് പടം വന്നു, ആക്ഷൻ ത്രില്ലർ ജോണറിൽ വരുന്നൊരു പടം വന്നു. ഇപ്പം അടുത്തൊരു ജോണർ ഇപ്പൊ അദ്ദേഹത്തിന് അത് സക്സസ് ആയല്ലോ, ഇത്തരത്തിലും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും എന്ന് ആള് തെളിയിച്ചു. സോ അടുത്തൊരു ജോണർ ഓൾറെഡി പ്ലാനിങ്ങിലാണോ നിങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്? നമ്മളിങ്ങനെ നേരത്തെ സംസാരിക്കാം, അവൻ ആക്ച്വലി ഒരു കോമഡി ചെയ്യണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞങ്ങൾ കുറെ ദിവസമായിട്ട് ഒരു ഹ്യൂമർ സബ്ജക്റ്റ് ഞാനിപ്പോൾ ഷാനിക്കടുത്ത് രാവിലെ പറയായിരുന്നു. വിനീതിനും ആ ഒരു തോട്ട് പ്രോസസ് ഇങ്ങനെ അടുത്തൊരു തിയേറ്റർ ഹ്യൂമർ പ്രോജക്റ്റ് ഏതെങ്കിലും ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇതുവരെ സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല. അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് കിട്ടിയാൽ ചെയ്താൽ കൊള്ളാമെന്നുള്ള ഇതിലാണ്. വിനീത് തന്നെ എഴുതാൻ പോയാ. അത് എപ്പോഴാ എഴുതി തീരണേ, എപ്പോഴാ ഷൂട്ട് ചെയ്യാൻ ഒന്നും അറിയത്തില്ല. കൂടെ നിൽക്കുക ഒരാൾ ഇനിയിപ്പോ എല്ലാവരും ചാടുമായിരിക്കട്ടെ ഈ സാധനം വരിക. ഇപ്പം നിങ്ങൾ എല്ലാവരും ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ കഴിവ് തെളിയിച്ച ആളുകളാണ്. ഇപ്പം കരിയറിന്റെ തുടക്കത്തിൽ ചിലപ്പം ഉയർച്ചയും താഴ്ചയൊക്കെ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് സെൽഫ് ഒരു മോട്ടിവേഷൻ? കാരണം നമുക്ക് മുന്നോട്ട് പോകണം, നമ്മുടെ ആഗ്രഹമാണ്, നമ്മുടെ ഇഷ്ടമാണ്, പാഷനാണ്. സോ അതിനെങ്ങനെയാണ് നിങ്ങൾ എടുക്കുന്ന രീതി എങ്ങനെയാണ് ശരിക്കും ലൈഫിൽ? ഇപ്പോൾ ഈ ക്രിറ്റിസിസം ആണ് ഉദ്ദേശിച്ചെങ്കിൽ നമ്മൾ ക്രിറ്റിസിസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇത് വരുമ്പോൾ നമ്മൾ അതിനകത്തു നിന്നുള്ള നെഗറ്റീവ്സ് എന്താണെന്നുള്ളത് എടുത്തിട്ട് അതിനെ തിരുത്തുക എന്നുള്ളതേ പറ്റത്തുള്ളൂ. നമുക്ക് അടുത്ത ഫ്യൂച്ചർ പ്രോജക്റ്റ് നമ്മൾ ചെയ്യാൻ നേരത്ത് ഓക്കെ ഈ ക്രിറ്റിസിസം ഇതൊക്കെയാണ് നമുക്ക് വന്ന് പോരായ്മകൾ, അതിനെന്താണ് ചെയ്യാൻ പറ്റുക, അടുത്ത ഫ്യൂച്ചർ പ്രോജക്റ്റിന് അത് എടുക്കുക. പോസിറ്റീവ് ഉള്ളത് സന്തോഷത്തോടെ ഏറ്റുവാങ്ങുക. ബാക്കിയുള്ളതിന് നമ്മളിപ്പം അതിനെ നമ്മൾ ചിന്തിച്ച് അതിനെ ഒത്തിരി നമ്മൾ ഡൈസെക്ട് ചെയ്ത് നമ്മൾ ഇരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ടൈം പോകുന്നല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനകത്ത് നിന്നുള്ള നെഗറ്റീവ്സ് എടുക്കുക. ഓക്കെ ഇതാണ് നമ്മൾക്ക് വന്ന പോരായ്മകൾ, ഇതാണ്, ഇത് കറക്റ്റ് ചെയ്യുക. അടുത്ത പ്രോജക്റ്റ് നമ്മളിത് കറക്റ്റ് ചെയ്ത് റെക്ടിഫൈ ചെയ്ത് മുമ്പോട്ട് പോവുക. അല്ലെങ്കിൽ നമ്മൾ സ്റ്റക്കായി പോകും.
സങ്കടപ്പെടുന്നതിന് സമയമൊക്കെ ഒരു 10 മിനിറ്റ് വെച്ച് കൊടുക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അതെ അതെ, ബേസിക്കലി മെൻറ്റാലിറ്റി മാറ്റുക എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഇതാണ് എല്ലാവരുടെയും ബേസിക് മെൻറ്റാലിറ്റി. ഇപ്പം 100 നല്ല കമൻറ്റ് ഉണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു 3 മോശം കമൻറ്റ് ഉണ്ടെങ്കിൽ അത് ഓർത്തിട്ട് വിഷമിക്കുന്ന ആളുകളാണ് നമ്മൾ എല്ലാവരും. അപ്പം ബാക്കി അവിടെ 100 എണ്ണം കിടപ്പുണ്ട്. അപ്പം അതാലോചിച്ചിട്ട് ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന് പറയുന്ന പോലെ അതിൽ നമ്മൾ സന്തോഷിക്കുക, ബാക്കി അടുത്തതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല. ഇനി കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിൽ നമുക്കറിയാം ഓക്കെ ഇത് ഇവർ ജെന്യുവനായിട്ട് പറഞ്ഞതാണ്, വി ഹാവ് ടു കറക്റ്റ് ഇറ്റ് എന്നുള്ളത്. അത് നമ്മൾ എടുക്കുക. വെറുതെ ആവശ്യമില്ലാതെ പറയുന്ന ടീംസും ഉണ്ട്, അത് നമ്മൾ മാറ്റി വെക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ക്രിറ്റിസിസം ഇതിന്റെ ഒരു പാർട്ട് ആൻഡ് പാർസലാണ്. നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് നമ്മൾ നിൽക്കലേ ഉള്ളൂ. കാരണം വൺസ് യു ഇൻ ദ പബ്ലിക് അത് പറയാനുള്ള അവകാശം അവർക്കും ഉണ്ട്, ഇത് കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ്. അപ്പോൾ പിന്നെ ഇറ്റ്സ് അബൌട്ട് ഇറ്റ്. പിന്നെ അത് എന്തെടുക്കണം എന്തെടുക്കണ്ട എന്നുള്ളത് മാത്രം നമ്മൾ ചൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. പ്രൊഡ്യൂസർ എന്ന രീതിയിൽ പ്രൊഡ്യൂസർ അല്ല, പ്രൊഡ്യൂസർ രീതിയിൽ ഇപ്പം എല്ലാം അറിഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ ഇതിനകത്ത് ചാടുന്നത്. സത്യം. പിന്നെ നമുക്ക് പ്രൊഡ്യൂസറിന് ഏറ്റവും ഒരു സമയമുണ്ട് മൊത്തത്തിൽ. ഇപ്പം എല്ലാവർക്കും ഒരു നല്ല ടൈമും കാണും, ഒരു ഇതുമുണ്ട്. അപ്പം ഇത് ആ ഒരു ഇപ്പം നേരത്തെ പോലെ ഇമോഷണലി കൂടുതൽ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അപ്പം അതിൻ്റെ സക്സസ് ഉണ്ടെങ്കിലും കൂടുതൽ ഹൈ ആവാതിരിക്കുക, നേരെ തിരിച്ചാണെങ്കിലും അതിൽ കൂടുതൽ അപ്സെറ്റ് ആവാതിരിക്കുക, ന്യൂട്രൽ അടിച്ച് നിൽക്കുക. അതാണ് ഏറ്റവും. ഞങ്ങൾ ആരും ഇപ്പം ഞങ്ങളുടെ ഇപ്പം പ്രീവിയസ് ഇപ്പം ജേക്കബ് സ്വർഗരാജ്യം, ലവാശനം, ഹൃദയവാശനം, ഞങ്ങളെല്ലാവരും പോയി മറ്റേ സക്സസ് പാർട്ടിയോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ ലൗഡായിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്യാത്ത ആൾക്കാരാണ്. നമ്മൾ സട്ടിലായിട്ട് അതിൽ പൊയ്ക്കൊണ്ടിരിക്കുക. ആഘോഷങ്ങളുണ്ടെങ്കിൽ തകർച്ചയിലും അത് വിജയമാണെങ്കിൽ അതെപ്പോഴും നമ്മൾ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഇരുന്ന് നമ്മുടെ സന്തോഷ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ റൂമിൽ ഇരുന്ന് സംസാരിച്ച് തീർക്കും. എപ്പോഴും നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ ഒരു ചിരിയുണ്ട്, എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ട് നമുക്ക് പോസിറ്റീവ് ഫീലാണ്. നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് നമുക്ക് ചിലരെ കാണാൻ പേടിയൊക്കെ വരും, പക്ഷെ നിങ്ങളെ കാണുമ്പോൾ അങ്ങനെ പേടിയൊന്നുമില്ല. ഭയങ്കര സമാധാന പ്രിയർ, കാമായിട്ട്. അതിപ്പോ കുറച്ചൊരു ഫെയിം വന്നു കഴിഞ്ഞാൽ ആളുകൾ പണ്ട് കണ്ട പോലെ ചിലപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കാം. അങ്ങനെയൊന്നും നിങ്ങളുടെ തോന്നിയിട്ടില്ല? എപ്പോഴും ഒരുപോലെ ഇരിക്കും. അതിന്റെ ഒരു രഹസ്യം എന്താ ശരിക്കും? അല്ലെങ്കിൽ നിങ്ങൾ അത് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണോ? എനിക്കും നമ്മളായിട്ട് തന്നെ ഇരിക്കുക എന്നുള്ളതാണെന്ന് തോന്നുന്നു. ഇപ്പം നമുക്ക് നമ്മൾ വേറെ എന്തെങ്കിലും പുട്ടപ്പ് ചെയ്ത് ഇരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് കാലഘട്ടം വരെ പിടിച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിയുമ്പോൾ അത് കയ്യിൽ നിന്ന് പോകും, നമ്മളതല്ലെങ്കിൽ. അപ്പൊ നമ്മൾ എന്താണോ അതുപോലെ തന്നെ നിന്നങ്ങ് പോകും, അതായിരിക്കും ഏറ്റവും നല്ലത്. അതെ, വെറുതെ വേറൊരു മുഖം വെച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ആ മുഖം മൂടി ഊരും, കയ്യിൽ നിന്ന് എങ്ങനെയാണോ അതുപോലെ അങ്ങ് പോവാ. എനിക്ക് എപ്പോഴും ആശാനോട് കേറി വാട മക്കളെ ഡയലോഗില്ലേ, can you please say കേറി വാട മക്കളെ? Of course, always. കേറി വാട മക്കളെ. ഇപ്പൊ സെറ്റിൽ ഏതെങ്കിലും ഒരു ഡയലോഗ് പെർഫോമൻസ് കണ്ട് ഞെട്ടിയിട്ടുണ്ടോ? ആക്ടിങ്ങില്, ഷൂട്ടിംഗ് സെറ്റിൽ എല്ലാ ദിവസവും ഞെട്ടിയിട്ടേ ഉള്ളൂ. കോട്ടൊക്കെ ഇട്ട് വരുമ്പം നമ്മുടെ ഹോട്ടലിൽ ചിലപ്പോൾ ജിം വർക്ക്ഔട്ട് ഒക്കെ കഴിഞ്ഞിട്ട് മറ്റേ ട്രാക്ക് സൂട്ടൊക്കെ ഇടാണല്ലോ, സെറ്റിൽ വരുമ്പോൾ കോട്ടൊക്കെ ഇട്ടുമ്പോൾ ആശാന്റെ ഒരു ഇതുണ്ട് മൊത്തത്തിൽ. അത് വേഷമൊക്കെ ഇട്ട് വരുമ്പോ ഒരു ഓറ. പിന്നെ എനിക്കിപ്പോ എന്റെ പേഴ്സണൽ സംഭവം വെച്ചാൽ ഈ കൂട്ടത്തിൽ ഏറ്റവും ലാസ്റ്റ് പടം കാണുന്ന ഒരാളാണ് ഞാൻ. അതിന്റെ ജസ്റ്റ് എന്തെങ്കിലും വല്ല പോസ്റ്ററോ എന്തെങ്കിലും കാണുന്നല്ലാതെ ഞാനാണ് ഫൈനൽ ടേബിൾ എന്ന് പറയുന്നത് എൻ്റെ ടേബിളാണ്. ഇറ്റ്സ് ലൈക്ക് എഡിറ്റിംഗ് ടേബിൾ കഴിഞ്ഞിട്ട് വരുന്ന ടേബിൾ എന്ന് പറയുന്നത് എൻ്റെ ടേബിളാണ്. ഈ ടേബിളും കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ടത്. അതെ, ഈ ടേബിൾ കഴിഞ്ഞിട്ടാണ് വിശാഖ കണ്ടത്. ഫൈനൽ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അവസാനത്തെ ടേബിള്. സാറിന് ഞാൻ എപ്പോഴും ആദ്യത്തെ ടേബിൾ തൊട്ട് കാണും. ഇത് ഞാൻ പറഞ്ഞ അവസാനേ കാണുള്ളൂ. അല്ല, എല്ലാരും നമ്മൾ കുറെ കാണുമ്പോ നമ്മുടെ ജഡ്ജ്മെന്റ് ഒന്നും നമുക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനും പറഞ്ഞത് എനിക്കൊന്നും കാണണ്ട, ഞാൻ ഫൈനലി കണ്ടത്. ഞാൻ ഇപ്പൊ നോബിളിന്റെ ആക്ടിങ് ആണെങ്കിലും ആശാന്റെ ആക്ടിങ് ആണെങ്കിലും ആശാൻ കൂടെ ആക്ട് അത്രയും. കാരണം വന്ന് നിൽക്കുന്ന ആ ഒരു റിജിഡ് ഫേസും സംഭവങ്ങളും, അതുപോലെ നോബിളിന്റെ ആക്ഷൻ സീക്വൻസസ് ഒക്കെ ഞാൻ അപ്പോഴാണ് ഞാൻ കാണുന്നത്. അതൊക്കെ അവൻ എങ്ങനെ, കാരണം മുട്ടൂത്തി വീഴുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇവന് വേദനയൊന്നും ആവുന്നില്ല, എന്തായാലും. കാരണം എനിക്ക് പറ്റില്ല, ഞാൻ ഭൂലോകം മടിയാണ്. അപ്പം അപ്പൊ ഇവർക്ക് എങ്ങനെ ചെയ്തു എന്നുള്ളത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. പിന്നെ സ്കോർ ചെയ്യാനൊക്കെ രസമായിരുന്നു. ചെണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മുടെ ഒരു റൂട്ട്സ്, നമ്മുടെ നേറ്റിവിറ്റി ഉണ്ടല്ലോ. അല്ലെങ്കിൽ ആ സമയത്ത് ഇപ്പൊ നമുക്ക് ഒരു ഇംഗ്ലീഷ് ടൈപ്പ് മ്യൂസിക്, മീഡിയം, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇടാം, അവിടെ വെക്കാം. പക്ഷേ ഇത് ആദ്യത്തെ ഒരു കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ഇന്റർനാഷണൽ ബോർഡർ കഴിഞ്ഞിട്ടാണ് പടം ഫുള്ള് നടക്കണം. അപ്പോൾ മ്യൂസിക്കും കൂടെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പം അതുവഴി അങ്ങ് പോവും പടം.
അപ്പൊ അതിനെ ഒന്ന് താഴോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അത് ഞങ്ങൾ എൻജോയ് ചെയ്തായിരുന്നു, ഞങ്ങൾ അത് എൻജോയ് ചെയ്തായിരുന്നു. ആ ഒരു ചെണ്ട പരിപാടി. അത് ചെണ്ട മാത്രമേ ഉള്ളൂ. ചെണ്ട അതിന്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് വന്നതൊക്കെ ഇലക്ട്രിക് ഗിറ്റാർസും സാക്സഫോണും അങ്ങനത്തെ ഇൻസ്ട്രുമെന്റ്സ്. അപ്പൊ ഒരു ഫ്യൂഷൻ പരിപാടി ആയിരുന്നു അത്. ഈ സിനിമയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് പറയണം ഇന്നിവിടെ ചേരാത്ത വിഷ്ണുവിന്റെ ക്യാരക്ടർ ഭയങ്കര രസമായിരുന്നു. ആൻഡ് ഓൾറെഡി കോമഡി കൈകാര്യം ചെയ്ത ആളുകള് ഇത് ഞങ്ങൾ ആദ്യം ഈ ട്രെയിലർ കണ്ടപ്പോഴേ ഭയങ്കര ഒരു ഫൈറ്റ് പരിപാടി, ആക്ഷൻ, ഒരു ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്നതാണ് വിചാരിച്ചത്. പക്ഷെ അതിന് ഫണ്ണുണ്ട്. ഞങ്ങൾ ഭയങ്കര സർപ്രൈസ് ആക്കി തിയേറ്ററിൽ. അതിപ്പം നമ്മൾ എഴുതിയ കോമഡി, പ്രത്യേകിച്ച് കോമഡി വർക്കാവുക എന്ന് പറയുന്നതാണ് ഭയങ്കര പാടുള്ള കാര്യം. സോ നമ്മൾ എഴുതിയ കാര്യം സ്ക്രീനിലെ ആളുകളെ ഞങ്ങൾ ചിരിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും സിനിമ കാണാൻ സമയത്ത് എന്തായിരുന്നു ഫീൽ? ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഓരോ പോയിന്റിലും നമ്മളൊക്കെ ഇവിടെ എടാ ഇത് വർക്കായി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏറ്റവും ബാക്കിലുണ്ടായിരുന്നു ഞാനോട് ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ എത്തിപ്പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കുക എല്ലാവരും റിയാക്ഷൻ എങ്ങനെയാണ്. അപ്പം ഓരോ പോയിന്റിലും ആ റിയാക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് പോലും ചിരി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ആയിക്കൂടി പറ്റിയ ഒരു സംഭവം ലൈക്ക് ഇപ്പം എല്ലാവരും ഓർത്തിരിക്കുന്നത് ഇത് ഭയങ്കര ആക്ഷൻ പാക്ഡ് ത്രില്ലർ അതല്ല ഇത് പടം എന്നുള്ളതിൻ്റെ ഒരു സംഭവം ഉണ്ടെന്ന് വെച്ചാൽ പ്രോപ്പർ ഫാമിലിക്ക് വന്നിരുന്നാണെങ്കിലും അതിൻ്റെ എന്താ പറയുക ആ ഹ്യൂമർ കണ്ടന്റ് ഉള്ള ഒരു സംഭവം കൂടി വന്നതാണ് ബ്ലെൻഡിങ് ചേർന്നത്. അത് കമ്മ്യൂണിക്കേറ്റ് ആയില്ലായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു ഇത് ഞങ്ങൾ പക്ഷെ സർപ്രൈസ് ആയി പോയി. അത് ചിലർ സർപ്രൈസ് എടുത്തു, ചിലർ അങ്ങനെ അല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ തമാശ ഇവിടെ അത് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ അല്ലാതെ ഇത് അങ്ങനത്തെ ഒരു പടമാണെന്നുള്ളതൊരു ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ തിയേറ്ററിൽ സിനിമ സക്സസ്ഫുള്ളി റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം നിങ്ങൾക്ക് ഒത്തിരി പ്രതീക്ഷയുള്ള സിനിമയാണ്. നിങ്ങളുടെ ലൈഫ് തന്നെ ചിലരുടെ പടങ്ങൾ വരുമ്പോൾ ലൈഫ് തന്നെ മാറി മറിയാം. കാരണം ഒരുപാട് പേര് നിങ്ങൾ പ്രത്യേകിച്ച് നോബലായാലും നമ്മുടെ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു മാറ്റം കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കണം. അതിന് ഓൾറെഡി ഞാൻ ഹെലൻ കണ്ടപ്പോഴേ ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് നല്ല പടങ്ങൾ വരുന്നില്ല എന്ന് ചിന്തിച്ച ഒരാളാണ്. സോ ഭയങ്കര സന്തോഷം. അതെപ്പോഴും ഇപ്പൊ നമുക്ക് ഓൾറെഡി ടാലന്റ് ഉണ്ട്, നമുക്കിപ്പോ കോണ്ടാക്ട്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, അങ്ങനെയുള്ളവർക്ക് സിനിമ പെട്ടെന്ന് എളുപ്പമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ. ശരിക്കും എളുപ്പമല്ല. അങ്ങനെ ഈ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞാൽ 2002 തൊട്ടുള്ള ഒരു കോണ്ടാക്ട് ഒരുത്തൻ എന്റെ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഹെലൻ നടന്നപ്പോഴത്തേന് കോവിഡായി അങ്ങനെ 2 വർഷം അത് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഫിലിപ്സ് വന്നത്. പിന്നെ അന്നേരം സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഈ എഴുത്ത് ഇതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ അതൊരു ഇതിലങ്ങ് പോയി. കോൺടാക്ട് കൊണ്ട് ഒരു കാര്യമില്ല ഇതിനുള്ളത് പറയാം. കോൺടാക്ടിന് സത്യം പറഞ്ഞ കാര്യമില്ല. മേ ബി ഒരു ഇനീഷ്യൽ ഒരു ഇത് കിട്ടുമെന്നല്ലാണ്ട് ലെവറേജ്, ഒരു ചെറിയ ലെവറേജ് കിട്ടുമെന്നല്ലാണ്ട് ഇറ്റ് വോണ്ട് ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം. തെറ്റിദ്ധാരണയാണ് ശരിക്കും ഇത്. അല്ല, ഈവൻ വിനീതിന് പോലും എളുപ്പമായിരുന്നില്ലല്ലോ മലർവാടി ചെയ്യുന്ന സമയത്ത്. ഞാൻ കണ്ടതാണ് അവൻ ഫേസ് ചെയ്ത ബുദ്ധിമുട്ടുകൾ. അത് അവനും ഈസി ആയിരുന്നില്ല. ഭയങ്കര എന്താ പറയുക, കുറേ അഭിപ്രായങ്ങൾ കേട്ടിട്ട് നമ്മൾ ഓർമ്മയുണ്ട്. ഞാൻ ഇവൻ നോബിളുടെ അടുത്തായിരുന്നു വിനീത് താമസിക്കണേ. അപ്പോൾ അവിടെ നോബിളിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, വിനീതിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോബിളുടെ അടുത്തേക്ക് പോയ സമയത്ത് ഇവൻ്റെ ബിൽഡിങ്ങിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ നമ്മളിങ്ങനെ നിൽക്കുക വണ്ടിയുടെ അകത്ത്. അപ്പോൾ ഇങ്ങനെ കുറേ പേര് പടം മ്യൂസിക്കൊന്നും ഇല്ലാതെ സൗണ്ട് എഫക്ട്സ് ഒന്നും ഇല്ലാതെ കണ്ടിട്ട് കുറേ അഭിപ്രായങ്ങൾ വന്നു. അങ്ങനെ അഭിപ്രായങ്ങൾ വന്ന സമയത്ത് വിനീത് എന്നോട് ചോദിച്ചിട്ടുണ്ട്, അളിയാ നമ്മുടെ പടം അത്രയ്ക്ക് മോശമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് മലർവാടി. അപ്പോൾ ഞാൻ പറഞ്ഞ പടം റിലീസായി കഴിഞ്ഞിട്ട് ഇതേ ഗേറ്റിൻ്റെ മുമ്പിൽ ഇതേ വണ്ടിയിൽ നമ്മൾ ഇരുന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി ചിരിക്കുന്നവർ. പടം ഇറങ്ങി അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആരുടെ ലൈഫ് ഈസി അല്ല, വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പോൾ സിനിമ തിയേറ്ററിൽ സക്സസ്ഫുള്ളി റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കാണാത്തവരുണ്ട്, തിയേറ്ററിൽ പോയിട്ട് തന്നെ പടങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പറയാണ്. സോ പ്രേക്ഷകരുടെ എന്താ പറയാനുള്ളത് ആസ് എ റൈറ്റർ? ഏറ്റവും നല്ല ആശാൻ്റെ സ്ഥിരം ഡയലോഗ് തന്നെ പറയുന്നതായിരിക്കും. എല്ലാവരും വന്ന് പടം കാണുക. പിന്നെ സ്പെഷ്യലി പടത്തിനകത്ത് ഈ പറഞ്ഞ പോലെ ഭയങ്കര ആക്ഷൻ പാക്ഡ് ത്രില്ലർ, അത് അങ്ങനെ ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു മാസ് പരിപാടി ഒന്നുമല്ല. രാക്ഷസനിൽ ഇപ്പം പറഞ്ഞ പോലെ തന്നെ രാക്ഷസൻ്റെ എന്താണോ ആ ഒരു മൂഡ്, ഒരു സാധാരണക്കാരൻ ഒരാളുടെ കഥ, അവനും അവൻ്റെ ഫാമിലിയായിട്ട് പോയി കഴിഞ്ഞപ്പം സംഭവിക്കുന്ന ഒരു ഇവൻസിൽ നടക്കുന്ന അവൻ അവിടുന്ന് എങ്ങനെ എസ്കേപ്പായി തിരിച്ചു വരുന്നു. ഇത്രയേ ഉള്ളൂ കഥ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. എന്തായാലും തിയേറ്ററിൽ പോയിട്ട് തന്നെ എല്ലാവരും പടങ്ങൾ കാണാം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പെട്ര, India's premium steel doors. അഴകിലും ഉറപ്പിലും കാലാതീതം.